ക്ഷണിക്കപ്പെടാത്ത വേദിയിൽ പോയി ദിവ്യ ഇത് പറഞ്ഞു എന്നുള്ളത് വന്നപ്പോൾ വേദി കിട്ടിയില്ലെങ്കിൽ അവിടെ ഇടിച്ചു കയറി വിപ്ലവ പ്രവർത്തനം നടത്തണം. ആ നിലയ്ക്ക് ഇതിനെ ദിവ്യ നടത്തിയത് മഹത്തായ വിപ്ലവ പ്രവർത്തനമാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള എന്താണ് ക്യാപ്സ്യൂളുകൾ രംഗത്ത് വന്ന് തുടങ്ങി. ദിവ്യയുടെ കാര്യത്തിൽ ഇന്നിപ്പോൾ ഇതുണ്ടായിട്ടുണ്ട്, കേസ് എടുത്തിട്ടുണ്ട്, ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ കേസെടുക്കപ്പെട്ട ഒരാൾ ഇതിലിനി വരേണ്ടത് അവർ പ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുകയാണ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അങ്ങനെ ഒരാളെ പദവിയിൽ തുടരുമോ എന്ന ചോദ്യമുണ്ട്. അപ്പോൾ കണ്ണൂരിലെ പാർട്ടി അവരെങ്ങനെയാണ് കൊണ്ടുനടക്കുന്നത്, അവരെങ്ങനെയാണ് സമൂഹത്തോട് പെരുമാറുന്നത്? ഒരു ലോക്കൽ ചാനൽ ക്യാമറാമാനെ തരപ്പെടുത്തിയിട്ട് അവിടെ വന്ന് നടത്തിയ ഷോ ഓഫ് ഉണ്ടല്ലോ, ഇവരൊക്കെ എന്താ വിചാരിക്കുന്നത്? ജനങ്ങളെക്കുറിച്ച്, നാട്ടുകാരെക്കുറിച്ച്, ഇതൊക്കെ കാണുന്ന മനുഷ്യരെക്കുറിച്ച് ഇതെല്ലാം ഈ ഷോ ഓഫും ഈ അഹങ്കാരവും ഈ ധാർഷ്ട്യവും ഇതെല്ലാം ഭയങ്കര സംഭവമാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ദീപക് ആത്മഹത്യ ചെയ്തു, ശരി, അത് വേദനാജനകമായ കാര്യമാണ്. കുടുംബത്തിൻ്റെ വേദന എല്ലാം വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. പക്ഷെ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു എന്നതോടുകൂടി എന്താണ് റൂൾ ഓഫ് ലോ ഇല്ലാതാകുന്നില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകണം. ഇതിൻ്റെ സാധ്യതകൾ എന്താണ്, യഥാർത്ഥത്തിൽ എന്താണ് ആ ബസ്സിൽ അന്ന് നടന്നത്, ആ വീഡിയോയിലുള്ളത് എന്താണ്, ഇവർക്ക് പറയാനുള്ളത് എന്താണ്, ദീപക് സൂയിസൈഡ് ചെയ്യാനുള്ള സാഹചര്യം എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മമായ അന്വേഷണം നടക്കുന്നതിന് മുമ്പ് വലിയ തോതിൽ ഒരു പബ്ലിക് പ്രഷർ ഉണ്ടാകുന്നു. പബ്ലിക് പ്രഷർ എന്ന് പറയാമല്ലോ, സർട്ടൺ ടൈപ്പ് ഓഫ് പ്രഷർ ഒരു ഭാഗം ഉണ്ടാകുന്നു. അതിന് പോലീസ് വിധേയമാകുന്നു. അതേ ഒരു വഴിക്ക് കോടതിയും സഞ്ചരിക്കുന്നതായിട്ടാണ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. അവർക്കെതിരെ നടന്നിട്ടുള്ള ഈ പറയുന്ന സോഷ്യൽ മീഡിയ സ്ലർ, മാധ്യമ വിചാരണ, ജയിൽവാസം, അതിനൊക്കെ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും? അത് ഗുരുതരമായ പ്രശ്നമില്ലേ? അപ്പോൾ ആ ഒരു സൂക്ഷ്മമായ അന്വേഷണം, വകതിരിവോടെയുള്ള ശ്രദ്ധയോടെയുള്ള ഒരു പരിശോധന അത് നടത്താതെ ഈ ഉണ്ടാക്കപ്പെടുന്ന ഈ പ്രഷറിന് നമ്മുടെ സംവിധാനങ്ങൾ വിധേയമാകുന്നു എന്നുള്ളത് ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്.